Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മിവിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് TWS ആണ്. അപ്പോൾ നമുക്കറിയാം മിവി എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പ്യുവർ ഇന്ത്യൻ ബ്രാൻഡാണ്. 2016 ഹൈദരാബാദിൽ തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. കംപ്ലീറ്റ്ലി ഇന്ത്യനാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സുമാണ് അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിവിൻ്റെ മുമ്പും ഇതേപോലെ തന്നെ TWSും അതേപോലെ സൗണ്ട് ബാറൊക്കെ നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മിവിയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റാണ് മിവി ഡുവോപോഡ്സ് F50 എന്ന് പറഞ്ഞത്. ഒരു അഫോർഡബിൾ കാറ്റഗറിയിലെ TWS ആണ്. 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡുവോപോഡ്സ് F50 ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് 2-3 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ മിവി ഡുവോപോഡ്സ് F50 1499 രൂപയാണ്. നിങ്ങൾക്ക് മിവിൻ്റെ വെബ്സൈറ്റിൽ മേടിക്കാം, അല്ലെങ്കിൽ ഇ-കോമേഴ്സ് സൈറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാണ് മിവി ഡുവോപോഡ്സ് F50 ട്രൂ വയർലെസ് ഇയർഫോൺസ്. ഇതിയാണ് ഡീപ് ബേസ് ആൻഡ് പവർഫുൾ ബേസ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ. 50 hours പ്ലേ ബാക്ക് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബോക്സിന് ബാക്കിൽ നമുക്ക് കാണാൻ ബാക്കി എഴുതിയതാണ് HD സ്റ്റീരിയോ സൗണ്ട്, ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ സീംലെസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ടാണ്. വൺ ടച്ച് പ്ലേ, പോസ് ആൻഡ് ആൻസർ കോൾസ്, പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 1 hour കംപ്ലീറ്റ്ലി ചാർജ് ആവും. അതേപോലെ Type-C പോർട്ടും ആണ് അവൈലബിൾ ആവുന്നത്. 1 year മാനുഫാക്ചർ വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിസൈനും കാണാം. അപ്പോൾ ഇതാണ് മിവി ഡുവോപോഡ്സ് F50. അപ്പോൾ നമുക്ക് TWS ഒന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കാം. അപ്പോൾ ഇതാണ് മിവി ഡുവോപോഡ്സ് F50 പുതിയ TWS. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഒരു കംപ്ലീറ്റ്ലി സർക്കുലർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, ഓവൽ അല്ല. പിന്നെ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ബാറ്ററി എൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മിവിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ നമുക്കിവിടെ താഴെ USB Type-C പോർട്ടാണ്. ഒരു പാറ്റേണും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയാവുന്നത്. കുഴപ്പമില്ല, കോമ്പാക്റ്റ് ആണെങ്കിലും കുറച്ചൊരു സൈസ് വലുതാണ്. സാധാരണ TWSനേക്കാളും കുറച്ചൊരു സൈസ് വലുതാണല്ലേ. എങ്കിലും നമുക്ക് സ്ലിം ആണ്, പോക്കറ്റിലൊക്കെ ഫിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, അതേപോലെ ബ്ലൂ ഉണ്ട്, ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്, ഗ്രേ കളർ ഉണ്ട്. അങ്ങനെ ഒരു 3-4 കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ മിവിന്ന് എഴുതിയത് കാണാം, ഇവിടെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ TWS കാണാം. അതേപോലെ ഇവിടെ ഉണ്ട് TWSൻ്റെ മുകളിൽ ഒരു LED ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡറാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കണ്ടില്ലേ, ചാർജിങ് ചെയ്യുന്നത് കാണാം, ബാറ്ററിയും കാണാം. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് TWS ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് മിവി ഡുവോപോഡ്സ് F50. അപ്പോൾ ഡിസൈൻ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഇയർ ടിപ്സ് ഇല്ലാത്ത ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ കണ്ടില്ലേ, ഇവിടെയാണ് സ്പീക്കർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇയർ ടിപ്സ് ഇല്ല, അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവിടെ നമുക്കൊരു LED ഇൻഡിക്കേറ്ററും പിന്നെ ഒരു ടച്ച് ഏരിയ ഉണ്ട്. അതൊരു ടച്ച് ഏരിയ ആണ്, അതാണ് ജസ്റ്റേഴ്സിന് ടച്ച് ഏരിയ. അപ്പോൾ ജസ്റ്റേഴ്സ് പല ടൈപ്പിന് ടച്ച് ഉണ്ട്, പ്ലേ ആൻഡ് പോസിന് അല്ലെങ്കിൽ ആൻസർ ദ കോളിന്. പിന്നെ നമുക്കുള്ളത് ഡബിൾ ടാപ്പ്, നെക്സ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാൻ. ട്രിപ്പിൾ ടാപ്പ് വോയിസ് അസിസ്റ്റൻ്റ് എനേബിൾ ചെയ്യും. അതേപോലെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിൽ ഹോൾഡ് ചെയ്താൽ വോളിയം അപ്പ് ആവും, ലെഫ്റ്റിൽ ഹോൾഡ് ചെയ്താൽ വോളിയം ഡൗൺ ആവും. അപ്പോൾ അതാണ് ജസ്റ്റേഴ്സ് സപ്പോർട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ജസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റേഴ്സ് ആക്ച്വലി കുഴപ്പമില്ലാത്ത ആക്യുറസി ലെവലുണ്ട്. ആക്ച്വലി ഞാനിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് പാട്ട് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കൂടെ ടാപ്പ് ചെയ്യുമ്പോൾ പോസ് ആവുന്നുണ്ട്. അതേപോലെ വോളിയം ജസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ജസ്റ്റർ കൺട്രോളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കംഫർട്ട് ആസ്പെക്റ്റ് പറയുക വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് കംഫർട്ടബിൾ ഫിറ്റാണ്. കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എവിടെ വെച്ചാൽ ഇതിനകത്ത് ഇയർ ടിപ്സ് ഇല്ലാത്തവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ ലൂസായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. കാരണം അത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇയർ ടിപ്സ് ഉണ്ടാകുമ്പോൾ വെച്ചാൽ നമുക്ക് സ്മോൾ, മീഡിയം, ലാർജ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഇത് ആക്ച്വലി വളരെ ടൈറ്റ് ഫിറ്റിംഗ് അല്ല, കാരണം നല്ല കംഫർട്ടബിൾ ഫിറ്റാണ്. പക്ഷേ ഈ ഇയർ കനാലിൻ്റെ സൈസിനനുസരിച്ച് മാറും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇയർ ടിപ്സ് ഇല്ലാത്ത ഈ TWSൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂ ആണത്. അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല കംഫർട്ടബിൾ ഫിറ്റാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു വറിയിങ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ നമ്മളൊരു വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ പുറത്തേക്ക്
വീണ് പോവോ എന്നുള്ള ഒരു വറിയിങ് ആസ്പെക്റ്റ് ഉണ്ട്. അതല്ലാത്ത വശം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ചെവിയിൽ വേദനയോ ഒരു ഫെറ്റീഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ഒരു ഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടിക്കോളാൻ നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു ഫിറ്റ് നല്ലതായതുകൊണ്ട് തന്നെ നല്ല ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ. ഇത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഇല്ല കേട്ടോ, ഇത് പാസീവേ ഉള്ളൂ. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. പിന്നെ മൈക്രോഫോൺസ് കൊണ്ടുള്ള ഓഡിയോ കോൾസിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ സൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല, ഇവിടെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ മാത്രമേ കൊടുത്തുള്ളൂ. അതൊരു എബോ ആവറേജ് രീതിയിൽ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഇയർഫോൺസിൽ വരുന്നത് 13mm ഡ്രൈവേഴ്സാണ് വരുന്നത്. ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റിയിലേക്ക് പോകാം. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ബേസിനോട് ട്യൂൺ ചെയ്തതാണ്. അപ്പം ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രോബ്ലി ഇതിൻ്റെ വോക്കൽസ് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി തരുന്നതല്ല, കുറച്ചൊരു മഫിൾഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ബേസ് കുഴപ്പമില്ല, കാരണം 1500 രൂപയല്ലേ വിലയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒരു ഹൈ എൻഡ് സൗണ്ട് സിഗ്നേച്ചർ ഒബ്വിയസ്ലി നമുക്ക് കിട്ടില്ല. എങ്കിലും ബേസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഒരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ എനിക്കിതിൻ്റെ വോക്കൽസ് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഓഡിയോ കോൾസ് ഞാൻ എടുത്തായിരുന്നു, ഒരു 4-5 കോൾസ് എടുത്തായിരുന്നു. അപ്പോൾ അതിൽ ക്ലാരിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഒന്നല്ല, എങ്കിലും എബോ ആവറേജ് പെർഫോമൻസ് ആണ് ഓഡിയോ കോൾസിലും നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓഡിയോ കോൾസ് ഒക്കെ എടുക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, ഓഡിയോ കോൾസ് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ വോക്കൽസിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു ചെറിയൊരു ഇഷ്ടമില്ലായ്മ വന്നത്. കാരണം എന്താ വെച്ചാൽ വോക്കൽസ് അത്രയ്ക്ക് ക്ലിയർ അല്ല, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻസും വോക്കൽസും. ബേസിനോടാണ് കുറച്ചും കൂടെ ട്യൂൺ ചെയ്തിരിക്കുന്നത്, പവർഫുൾ ബേസിനോടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടമുള്ളവർക്ക് ഇത് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ കംപ്ലയിൻസ് ഉണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് നല്ലൊരു ആസ്പെക്റ്റാണ്, തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ ഇത് ഡെഫിനറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയുള്ള കാര്യമാണ് മിവി ഡ്യുവോപോഡ്സ് F50ൻ്റെ. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ് ടു 8.5 hours ആണ് സിംഗിൾ ചാർജിൽ ബഡ്സിൽ കിട്ടുന്നത്. ആൻഡ് അപ് ടു 5x അപ് ടു 50 hours, അതായത് ഇതിൻ്റെ 5 ഇരട്ടി നമുക്ക് കിട്ടും. ഓൾമോസ്റ്റ് അപ് ടു 50 hours മ്യൂസിക് പ്ലേ ബാക്ക് കിട്ടുന്നതാണ് മിവി പറയുന്നത്. അപ്പോൾ അത് എഗെയിൻ ഒരു 70% വോളിയത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്കിലും നമുക്കൊരു സിംഗിൾ ചാർജിൽ എനിക്ക് തോന്നുന്നു ഒരു 7-7.5 മണിക്കൂറൊക്കെ 7 മണിക്കൂറിനടുത്ത് കിട്ടിയത്. എഗെയിൻ 70% വോളിയത്തിലാണ് കിട്ടിയത്. അപ്പോൾ വോളിയം ഹൈ ക്രാങ്കപ്പ് ചെയ്ത പ്രോബ്ലി നിങ്ങൾക്ക് അത്ര കിട്ടത്തില്ല, എങ്കിലും അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് ആയിട്ട് എനിക്ക് സാധാരണ ബഡ്ജറ്റിൽ വരുന്നതൊക്കെ ഒരു 4-5 മണിക്കൂറൊക്കെ വരാറുള്ളൂ. ഇതൊരു 6-6.5 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതായിരുന്നു മിവി ഡ്യുവോപോഡ്സ് F50ൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ഡിസൈനാണ്, അതേപോലെ നല്ല ബാറ്ററി ലൈഫാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഓഡിയോ കോൾസും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ഡീസൻറ്റ് രീതിയിൽ നോയ്സ് ക്യാൻസലേഷനും വരുന്നുണ്ട്, അതായത് പാസീവ് നോയ്സ് ക്യാൻസലേഷന്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബേസിനോടാണ് കൂടുതൽ ട്യൂൺഡ് ആയിരിക്കുന്നത്. വോക്കൽസ് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നിയില്ല. അപ്പോൾ ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ ആണെങ്കിൽ പ്രോബ്ലി നിങ്ങൾക്ക് അത്രയ്ക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല മിവി ഡ്യുവോപോഡ്സ് F50 ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു മിവി ഡ്യുവോപോഡ്സ് F50ൻ്റെ നമ്മുടെ യൂസേജിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മിവിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആമസോണിലോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 1499 രൂപയ്ക്ക് ഇത് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.